അള്ളാഹുവിൽ ഒതുങ്ങുന്ന ആൾ മരിച്ചാലോ, ഒരു മുസീബത്തായ പ്രയാസത്തിൽ വെച്ച് അള്ളാഹുവിൽ ഒതുങ്ങിയ ഒരാൾ മരിച്ചാലോ ഷഹീദിന്റെ പദവിയാ. എല്ലാവർക്കും അല്ല, അള്ളാഹുവിൽ ഒതുങ്ങിയ ആൾക്ക്. അള്ളാഹുവിൽ ഒതുങ്ങിയ ഒരാള് ഒരു രോഗത്തിലോ ഒരു പ്രയാസത്തിലോ മരിച്ചാൽ അയാൾക്ക് ഷഹീദിന്റെ പദവിയാ. അതും നല്ലതല്ലേ? മരണം ഏതായാലും ഉണ്ടല്ലോ, മരണം ഒരു ദിവസം സംഭവിക്കുമല്ലോ. അപ്പൊ എന്താണെങ്കിലും പരിഹാരം അള്ളാഹു ആണ്. അള്ളാഹു അല്ലാത്ത ഒരു പരിഹാരവും ഇല്ല. അള്ളാഹു ആണ് പരിഹാരം. എന്തിനും അള്ളാഹു ആണ് പരിഹാരം. വളരെ സമ്പത്തുണ്ടാക്കി, ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആ കാലത്ത്. നമ്മൾ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി. ദുർബലരായ മക്കൾ, ഈ ദുർബലരായ മക്കള്, ആ മക്കൾക്ക് വേണ്ടി നമ്മൾ പണം ഉണ്ടാക്കി. അങ്ങനെ 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 ദുർബലരായ മക്കൾ ശക്തരായി, ശക്തനായ നമ്മൾ ദുർബലനായി. പിന്നെ ഈ മക്കൾ നമ്മളെ തള്ളി പറയും. നമ്മൾ ചിന്തിക്കണം. എന്നാൽ മക്കൾക്ക് വേണ്ടി ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിലോ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എൻ്റെ മക്കളെ ഞാൻ അള്ളാഹു അനുവദിച്ച മാർഗത്തിലാണ് പോറ്റിയതെങ്കിൽ അവർ തള്ളി പറഞ്ഞാലും നമുക്ക് ചിരിക്കാം. എന്തുകൊണ്ട്? നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തതല്ല, നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന് വഴിപ്പെടുക എന്ന നിലക്ക് മക്കളെ പോറ്റിയതാണ്. നമ്മളെ ലാഭം കറക്റ്റാണ്. നമ്മളെ ലാഭം കറക്റ്റാണ്. മക്കളെ പൊരുത്തമാണ് മാത്രമാണ് ഉദ്ദേശിച്ചതെങ്കിലോ, മക്കളെ പൊരുത്തം മാത്രമേ ബാപ്പ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അള്ളാഹിന്റെ പൊരുത്തം ഉണ്ടായാലും അള്ളാഹിന്റെ പൊരുത്തല്ലെങ്കിലും മക്കളെ പൊരുത്തം മാത്രം നോക്കിപ്പോയ ബാപ്പയാണെങ്കിലോ നഷ്ടം നഷ്ടം. അള്ളാഹു പൊരുത്തപ്പെട്ടൊന്നുമില്ല. മക്കളാകട്ടെ, നീ ദുർബലനും അവർ ശക്തരുമായപ്പോൾ അവർ നിന്നെ തള്ളിപ്പറയുകയും അവർ നിന്നെ ഒന്നും അല്ലാതാക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ ഒരു പിതാവ്, ഈ കഴിഞ്ഞ ആഴ്ച ധാരാളം മക്കളുള്ള ഒരു പിതാവ്, ഈ കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ ധാരാളം മക്കളുള്ള ഒരു പിതാവ്, മക്കൾ തന്നെ വൃദ്ധകാലഘട്ടത്തിൽ വേണ്ടത്ര പരിഗണിച്ചില്ല എന്ന കാലത്തിൽ മനം നൊന്ത് ഒരു പിതാവ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച. അല്ലാഹു നമ്മൾക്കാകട്ടെ. ചിന്തിക്കുക. ഈ കഴിഞ്ഞ ആഴ്ച നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു, നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, അധ്വാനിച്ച് മക്കളെ പോറ്റിയിരുന്നു ആളായിരുന്നു. പിന്നെന്തായി? താൻ ദുർബലനായി, മക്കളോ ശക്തരായി, പിന്നെ മക്കളായി, പിന്നെ അവരുടെ ഭാര്യമാരായി, അവരെ കുടുംബക്കാരിയായി. അവർ പിതാവിനെ, ഭാര്യയാകട്ടെ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, പിന്നെ അച്ഛൻ അവർക്ക് ഭാരായി. അഥവാ മാതാവ് മരിച്ചു, പിതാവ് അവർക്ക് ഭാരായി. പിന്നെന്തായി? ആത്മഹത്യ. എന്തുകൊണ്ട് ആത്മഹത്യ? എന്തുകൊണ്ട് നിർവാഹമില്ല? നേരെ മറിച്ച് മക്കളൊന്നും തന്നെ നോക്കിയില്ല. താൻ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി, മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി. പിന്നീട് താൻ ദുർബലനായി. മക്കൾ ശക്തരായി തീർന്നു. ശക്തരായ മക്കൾ ദുർബലനായ ബാപ്പയെന്ന് പിതാവിനെ നോക്കിയില്ല എങ്കിൽ തന്നെ ബാപ്പക്കൊന്നും സംഭവിക്കാനില്ല. എന്തുകൊണ്ട്? ബാപ്പ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രമാണ് മക്കളെ മുറ്റിയത്. അവിടെ ലാഭം കറക്റ്റാണ്. وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات. ഏറ്റവും വലിയ ആകാര ഭംഗിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു. വലിയ സൗകര്യം, വലിയ ദിഷണാശക്തി, വലിയ സർഗസിദ്ധി, നല്ല ആകാര സൗഷ്ഠവം, ആകാര ഭംഗി, എല്ലാ നിറവിലും അല്ലാഹു തആല മനുഷ്യനെ പടച്ചു. അസ്ഫല സാഫിലീൻ. പിന്നെ വർഷങ്ങളിൽ ദുർബലനായി അധമരായ അവസ്ഥയിലേക്ക് അവൻ പോയി. ശുയൂഖിയത്ത്, വാർദ്ധക്യം വന്നു. അപ്പോൾ അവൻ ദൗർബല്യം ബാധിച്ചു. എന്നാൽ ഈമാനും അമലുമുള്ള ആളുകൾക്ക് ദുർബലത ബാധിക്കുകയില്ല. അവര് എത്ര വലിയ വൃദ്ധരാണെങ്കിലും ശക്തരായിരിക്കും. എന്തുകൊണ്ട്? അവരൊരു വിശ്വാസത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ് വിശ്വാസം? അത് സത്യവിശ്വാസമാണ്. അവർ ചെയ്തതെല്ലാം അല്ലാഹുവിന് വേണ്ടിയാണ്. അവരെന്ത് ചെയ്താലും അല്ലാഹുവിന് വേണ്ടിയാണ്. അവരെന്ത് ചെയ്താലും അല്ലാഹുവിന് വേണ്ടിയാണ്. എന്ത് ചെയ്താലും അല്ലാഹുവിന് വേണ്ടിയാണ്. അല്ലാഹു അല്ലാത്ത ലക്ഷ്യം അവർക്കുണ്ടായിരുന്നില്ല. ഭർത്താവിനെ പരിചരിച്ചു അള്ളാഹുവിന് വേണ്ടി. ഭർത്താവിനെ പരിചരിച്ചു ഒരു പെണ്ണ് അള്ളാഹുവിന് വേണ്ടി. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഭർത്താവ് തന്നെ വിട്ടുപോയി. ആ പെണ്ണിന് ചിരിക്കുക. എന്തുകൊണ്ട്? ഭർത്താവിനെ അള്ളാഹുവിന് വേണ്ടി പരിചരിച്ചത്. ഭർത്താവിനെ പരിചരിക്കാൻ പിതാവ് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. അതുകൊണ്ട് ചെയ്തതാണ്. ഭർത്താവ് വിട്ടുപോയി. പെണ്ണിനൊന്നും സംഭവിക്കാൻ പോണില്ല. എന്തുകൊണ്ട്? പെണ്ണിൻ്റെ മനസ്സ് ശക്തമായിരിക്കും. ഞാൻ അള്ളാഹുവിന് വേണ്ടി ചെയ്തത്.
അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഭാര്യയെ പരിചരിച്ചു, ഭാര്യയെ സഹായിച്ചു, ഭാര്യയെ തൻ്റെ കൂടെ നിർത്തി, ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. പക്ഷെ അവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം പരിഗണിച്ചു. എന്നിട്ടാണ് ഭാര്യയെ പോറ്റിയെങ്കിൽ ഒരു നാൾ ഭാര്യ പോയി എന്ന് സങ്കല്പിക്കുക. എന്നാലും ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ട്? അള്ളാഹ് കൊണ്ട് ചെയ്തത്. അള്ളാഹിൻ്റെ ഇഷ്ടത്തിനപ്പുറം ചെയ്തിട്ടില്ല എങ്കിൽ അവൻ്റെ ക്രിക്കട് നിറവായിരിക്കും. എല്ലാം അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഒരു സ്നേഹിതനെ അള്ളാഹുവിന് വേണ്ടി തിരഞ്ഞെടുത്തു, അള്ളാഹുവിന് വേണ്ടിയാ തിരഞ്ഞെടുത്തു. ഒരു സ്നേഹിതനെ അള്ളാഹുവിന് വേണ്ടി തിരഞ്ഞെടുത്തു. ഒരു നാൾ ആ സ്നേഹിതൻ നമ്മെ കാണാമറയത്തേക്ക് പോയി. ഒന്നും നഷ്ടമില്ല. അള്ളാഹുവിന് വേണ്ടിയാ ചെയ്തത്. ഒരു പ്രശ്നമില്ല. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഒരാൾ നല്ലവനാന്ന് വിചാരിച്ച് അയാൾക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെലവഴിച്ചു. കുറേ വർഷങ്ങൾ കഴിഞ്ഞു, അയാൾ നമ്മെ പറ്റിച്ചു, അയാൾ കള്ളനാണ് നമുക്ക് ബോധ്യപ്പെട്ടു. നമുക്ക് ചിരിക്കാം. എന്തുകൊണ്ട്? നമ്മളെ ചിന്തയിലും നമ്മുടെ അന്വേഷണത്തിലും അയാൾ നല്ലവനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളതൊക്കെ ചെയ്തത്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാണ്. മാത്രമല്ല, ഒരു ജീവി എന്ന നിലയിൽ അയാൾ അത് അർഹനായ കാലത്താണ് നമ്മൾ അള്ളാഹുവിനോട് ഇതൊക്കെ ചെയ്തത്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും അയാൾക്ക് ചെയ്തു കൊടുത്തിട്ടില്ല. എന്താ പ്രശ്നം? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് ചിന്തിക്കണം. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കണം. ഒരു പ്രശ്നമില്ല. ഒരു സിഹറിനോ ഒരു മാട്ടത്തിനോ ഒരു പ്രേതത്തിനോ ഒരു പിശാചിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും കഴിയില്ല. അള്ളാഹുവിലേക്ക് മടങ്ങും. പിന്നെ അതൊക്കെ ചികിത്സ വേണ്ടതല്ല. ചികിത്സയൊക്കെ നമ്മളെ ഇങ്ങോട്ട് തേടി വരും. അങ്ങനെ ഉണ്ടാവും. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല സർഫുൽ ഖൈറിനെ, അള്ളാഹു തആല വജ്ഹുൽ ഖൈറിനെ നമ്മളിലേക്ക് സർഫ് ചെയ്യും. ഖൈറിനെ അള്ളാഹു നമ്മളിലേക്ക് ഇങ്ങനെ തിരിച്ചു വിടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമ്മളിലേക്ക് കാര്യങ്ങളെ തിരിച്ചു വിടും. അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വളരെ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചാൽ ഒന്നും സംഭവിക്കാനില്ല. ഒന്നും സംഭവിക്കാനില്ല. ഒരു കച്ചവടം ചെയ്തു, ഒരു നാട്ടിലൊരു കച്ചവടം ചെയ്തു. മാന്യമായൊരു കച്ചവടം ആ നാട്ടിലുണ്ടായിരുന്നില്ല. അക്കാലത്ത് മാന്യമായൊരു കച്ചവടം ചെയ്തു. വളരെ ഇനിഷ്യലി ലാഭം മാത്രം എടുത്ത് ജനങ്ങളെ നന്മ കൂടി ഉദ്ദേശിച്ച ഒരാൾ കച്ചവടം ചെയ്ത് കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടെ വലിയ സൂപ്പർ മാർക്കറ്റ് വന്നു. ജനങ്ങൾ ആ ഭാഗത്തേക്ക് പോയി. നിനക്ക് ചിരിക്കുക. എന്തുകൊണ്ട്? നീ 10-40 കൊല്ലം ചെയ്ത കച്ചവടം ഇബാദത്താണ്. പൊതുജനം തന്നെ ഉപേക്ഷിച്ചു പോയി. നരേന്ദ്ര പഠിക്കുന്നത് പൊതുജനം എപ്പോഴും പ്രൊപ്പഗണ്ടയുടെ പിന്നാലെ ഇരിക്കും, ഇഷ്യൂസിന്റെ പിന്നാലെ ഇരിക്കും, പടപട മിന്നുന്ന പരസ്യങ്ങളുടെ പിന്നാലെ ഇരിക്കും. പൊതുജനത്തിൽ ബുദ്ധി ഉണ്ടാവില്ല. അത് സ്വാഭാവികം. 40 കൊല്ലം ഒരു നാട്ടിൽ മാന്യമായ കച്ചവടം ചെയ്തു. ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം വിറ്റില്ല. എല്ലാം ഒറിജിനൽ കൊണ്ടുവന്ന് വിറ്റു. ഇനിഷ്യലി ലാഭം മാത്രം എടുത്തു. അതുകൊണ്ട് തൻ്റെ കുടുംബം അങ്ങനെ ജീവിച്ചു പോയി. അങ്ങനെ മാന്യമായൊരു കച്ചവടം ചെയ്തു. തൻ്റെ കുട്ടികളെ കെട്ടിക്കലും കാര്യങ്ങളും അത്യാവശ്യം കാര്യങ്ങളും തൻ്റെ അജ്ജിന് പോക്കൊക്കെ അതുകൊണ്ട് അങ്ങനെ നടന്നു. മാന്യമായ ചെറിയ ലാഭം എടുത്ത് അങ്ങനെ കച്ചവടം ചെയ്തു പോയി. 10-40 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് വന്നു. ഇപ്പം തൻ്റെ കച്ചവടത്തിലേക്ക് ആരും തിരിഞ്ഞു നോക്കാതെയായി. നിനക്കെന്താ ചിരിക്ക? നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. നീ വിചാരിക്കാത്ത വഴിയിൽ അള്ളാഹു നിന്റെ റിസ്ഖിന്റെ വാതിൽ തുറന്നു തരും. നീ വിചാരിക്കാത്ത വഴിയിൽ. അള്ളാഹ്ക്ക് വേണ്ടിയാണ് നീ കച്ചവടം ചെയ്തതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്റെ ലാഭം ഉറപ്പാണ്. അത്താജിറു സദൂഖുൽ അമീൻ. അത്താജിറു ഒരു കച്ചവടക്കാരൻ, അസ്സദൂഖ് ഏറ്റവും സത്യസന്ധനായ, അൽ അമീൻ ഏറ്റവും വിശ്വസ്തനായ കച്ചവടക്കാരൻ, മഅൻ നബിയ്യീന വസ്സുദ്ദീഖീൻ അന്ത്യനാളിൽ നബിമാരുടെ കൂടെയാണ് നടക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തൊരു വാക്കാണതൊക്കെ. ഒരു കച്ചവടക്കാരൻ മാന്യനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അന്ത്യനാളിൽ നബിമാരുടെ കൂടെയായിരിക്കും നടക്കുക. അതൊരു പത്രാസല്ലേ, VIP ലോഞ്ചിലല്ലേ അയാൾ ഉണ്ടാവും. എന്താ പറഞ്ഞത്? അത്താജിറു സദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന യൗമൽ ഖിയാമ. അത്താജിറു ഒരു കച്ചവടക്കാരൻ, അസ്സദൂഖ് ഏറ്റവും സത്യസന്ധനായ, അൽ അമീൻ ഏറ്റവും വിശ്വസ്തനായ കച്ചവടക്കാരൻ, മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന യൗമൽ ഖിയാമ അന്ത്യനാളിൽ അയാൾ നബിമാരുടെ കൂടെയാണ് നടക്കുക. ആ VIP ലോഞ്ചിലാണ് അയാൾ ഉണ്ടാവുക. നബിമാരുടെ പത്രാസിലായിരിക്കും. ആ പത്രാസിന്റെ കൂട്ടത്തിലാണ് അയാളും നടക്കുക. ആര്? സത്യസന്ധനായ, അള്ളാഹ്ക്ക് വേണ്ടി കച്ചവടം ചെയ്ത ആൾ. പിൽക്കാലത്ത് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളും വലിയ വലിയ പരസ്യങ്ങളും ഒക്കെ വന്നപ്പോൾ, വലിയ വലിയ കമ്പനികളും ഒക്കെ വന്നപ്പോൾ അവനെ എല്ലാവരും ഉപേക്ഷിച്ചു പോയെങ്കിലും അവൻ പേടിക്കേണ്ട. അവൻ അന്ത്യനാളിൽ നബിമാരുടെ കൂടെ VIP ആയിരിക്കും. ഇനി ഇവിടെ
അള്ളാഹനെ സൂക്ഷിച്ചാണ് ഒരാൾ ഒരു പണിയെടുത്തതെങ്കിൽ എപ്പോഴും രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹു കാണിക്കും. അവൻ അറിയാത്ത വഴിയിൽ അവന്റെ റിസ്ക് വന്നുകൊണ്ടേയിരിക്കും. അവൻ അള്ളാഹനെ സൂക്ഷിച്ചാണ് ആ പണിയെടുത്തതെങ്കിൽ അള്ളാഹനെ സൂക്ഷിച്ച് പണിയെടുത്തു. അള്ളാഹ്ക്ക് വേണ്ടിയാ ചെയ്തത്.